അങ്ങനെ കലോത്സവം അങ്ങനെ പൊടി പൊടിക്കുകയാണ്. നമുക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ 27 വർഷം തുടർച്ചയായി കോട്ടയത്ത് നിന്ന് എത്തുന്ന ഒരു പ്രേക്ഷകനുണ്ട്. 1997 മുതൽ 2025 വരെയുള്ള കലോത്സവ വേദിയിൽ നിറസാന്നിധ്യമായി വൈക്കം സ്വദേശിയായ അനന്തു സുധീഷാണ് ഉള്ളത്. ഈ രേണുക രാജേന്ദ്രൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക്. 27 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ മേളയിൽ മുടങ്ങാതെത്തിയ ഒരു പ്രേക്ഷകനായ അനന്തു ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ചേട്ടാ, ഈ 27 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ പറ്റി ഒന്ന് പറയാമോ? 27 വർഷം 1997 ആദ്യമായിട്ട് കലോത്സവങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അതെന്താ വെച്ചാൽ ഈ പത്രങ്ങളിലൊക്കെ വലിയ ഗ്ലാമർ വാർത്തകളാണല്ലോ വരുന്നത്. അപ്പോൾ കലോത്സവത്തെ ഒന്ന് കാണുക, ഇതെന്താണെന്ന് അറിയുക എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ആദ്യമായിട്ട് എറണാകുളത്തെ ദർബാർ ഹാൾ ഗ്രൗണ്ടിലായിരുന്നു കലോത്സവം. ആ കലോത്സവമാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ഒരു കലോത്സവം കാണാതിരുന്നിട്ടില്ല. എല്ലാ കലോത്സവവും കണ്ട് ഇപ്പോൾ 27ാമത്തെ കലോത്സവമാണ് തിരുവനന്തപുരത്ത് വന്ന് എത്തി നിൽക്കുന്നത്. ദർബാർ ഹാൾ എന്ന് പറയുമ്പോൾ അത് ഏത് വർഷമായിരുന്നു? 1997. അന്ന് കലാതിലകമായത് MN പത്മിനിയാണ്. അപ്പോൾ ആ കുട്ടി മോഹിനിയാട്ടം ചെയ്തതും ഭരതനാട്യം ചെയ്തതും കുച്ചിപ്പുടിയൊക്കെ ചെയ്തത് ഇന്നും നല്ല ഓർമ്മയുണ്ട്. 97 എറണാകുളത്തായിരുന്നു, 98 തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്തും പത്മിനിക്ക് തന്നെയായിരുന്നു കലാതിലകം. 99 അന്ന് വന്ന കുട്ടികളെന്നൊക്കെ പറയുന്നത് പത്മിനി ഉണ്ടായിരുന്നു, ശാലു മേനോൻ കോട്ടയത്തു നിന്നുണ്ടായിരുന്നു, കാവ്യമാധവൻ, ഇവരൊക്കെ അന്ന് മത്സരിച്ച അതൊക്കെ ഓർമ്മയിലുണ്ട്. ചേട്ടൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള 27 വർഷത്തെ കലാതിലകമാരാണ് ഏത് വർഷമാണ് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് നടന്നതെന്നുള്ള ഒരു കാര്യങ്ങൾ ഒരു റെക്കോർഡ് പോലെ ഒരു മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ചേട്ടൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വരുമല്ലോ. അതെ, ഇന്നിപ്പോൾ കേരളത്തിൽ ഇത് ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ ഒരാൾ ഞാനാണെന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ വന്ന് കുട്ടികൾ വരെ മറന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ 97 ആരായിരുന്നു, അല്ല 98 99 ആരാന്നൊക്കെ ചോദിച്ചാൽ ആ കളിച്ച കുട്ടികൾ ഐറ്റം വരെ മറന്നു പോയിട്ടുണ്ട്. പഠിപ്പിച്ച മാഷുമാർ പോലും പറഞ്ഞിട്ടുണ്ട്. അവരെൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും, അനന്തു ചേട്ടാ എൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഓർക്കുന്നുണ്ട് അത് ഏതാണെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്താണത് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് എനിക്കറിയാം. ഇപ്പോൾ 99 ഐശ്വര്യ ലക്ഷ്മി ആയിരുന്നു കലാതിലകം, കോട്ടയംകാരിയായിരുന്നു. 2000 പാലക്കാട് വെച്ചാണ് കലോത്സവം നടന്നത്. പാലക്കാട് നടക്കുമ്പോഴത്തേനും അന്ന് കലാതിലകമാവുന്നത് അഞ്ജലിയും അപർണ കെ ശർമ്മയുമായിരുന്നു. അപ്പോൾ അന്ന് അപർണ ചെയ്ത ഐറ്റമൊക്കെ ഇന്നും ഓർമ്മയുണ്ട്. ആടും മയിൽമേൽ വരുവാനെന്ന് പറഞ്ഞൊരു ഭരതനാട്യമാണ് ആ കുട്ടി ചെയ്തത്. അതൊക്കെ നല്ല ഓർമ്മയാണ്. 2001 അമ്പിളി ദേവിയും നവ്യ നായരും തമ്മിലുള്ള ആ ഒരു മത്സരം നടക്കുന്നത്. അതിന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ട്. അമ്പിളി ദേവിയാണ് ഭരതനാട്യത്തിന് ഒന്നാം സ്ഥാനം വന്നത്. അമ്പിളി ദേവി ചെയ്തത് സദാശിവശങ്കര എന്ന് പറയുന്നൊരു ഐറ്റമാണ് ചെയ്തത്, ശിവൻ്റെ. അത് ഒന്നാം സ്ഥാനമായിരുന്നു. 2002 വന്നപ്പോഴത്തേനും കോഴിക്കോട് വെച്ചായിരുന്നു കലോത്സവം. കോഴിക്കോട് 2002 കലാതിലകം വന്ന പി പാർവതി എന്ന് പറയുന്ന കുട്ടിയായിരുന്നു. അന്ന് ഭരതനാട്യത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടിയെ നല്ല ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഭരതനാട്യത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയത് വിജയ് എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി ശിവൻ്റെ ഒരു ഐറ്റാണ് കളിച്ചത്, അത് ഓർമ്മയുണ്ട്. 2003 വന്നപ്പോഴത്തേനും ആലപ്പുഴയിലായിരുന്നു കലോത്സവം. ആലപ്പുഴയിൽ 2003 വരുമ്പോഴത്തേനും വിജയ് ഭരതനാട്യത്തിന് ഫസ്റ്റ്, സദാശിവശങ്കര തന്നെയാണ് ചെയ്തത്. മോഹിനിയാട്ടം ചെയ്തത് മലപ്പുറത്ത് പരപ്പനങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നൊരു കുട്ടി വന്നത് ഓർമ്മയുണ്ട്. മഞ്ജുവി നായർന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ശൂർപ്പണയുടെ പ്രണയം രാമലക്ഷ്മണന്മാരോട് ചെന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ആ കുട്ടി ചെയ്തത്. അസാധ്യമായിട്ട് ചെയ്തു. അതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇത്രയും വർഷത്തെ കാര്യങ്ങൾ എങ്ങനെ ഇങ്ങനെ ഓർത്തിരിക്കാൻ കഴിഞ്ഞു? കലയോടുള്ളൊരു പ്രണയമാണോ? അത് കലോത്സവത്തെ ഇത്ര അധികം നെഞ്ചിലേറ്റിയ ഒരാൾ കേരളത്തിൽ ഞാനായിരിക്കണം. കാരണം അത്ര അധികം ഞാനത് ഈ കലോത്സവത്തെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് മത്സരിക്കാൻ വന്നിരിക്കുന്നത്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഇവർ കളിച്ച ഐറ്റം, അത് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ആരാണ്, ഇതൊക്കെ അറിയുക, കാണുക, മനസ്സിലാക്കുക എന്നുള്ളത് എനിക്കൊരു വലിയ ആഗ്രഹം, ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടത്തിൽ നിന്നാണ് എനിക്കൊരു മോളാകണം, ഉണ്ടാവേണ്ടതെന്ന് വിവാഹത്തിന് മുമ്പേ ആഗ്രഹിച്ച ആളാണ്. അപ്പം മോളുണ്ടാകുമ്പോൾ മോളെ ഇതുപോലെ കലോത്സവത്തിന് കൊണ്ടുവരണം, പങ്കെടുപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു. ദൈവം എനിക്ക് ആ ഭാഗ്യം തന്നു. മോള് ഭരതനാട്യം കഴിഞ്ഞ കൊല്ലത്ത് ഭരതനാട്യം ഫസ്റ്റ് പൊസിഷൻ ഉണ്ടായിരുന്നു, മോഹിനിയാട്ടം 3rd പൊസിഷൻ ഉണ്ടായിരുന്നു കൊല്ലത്ത്. അപ്പോൾ അതുപോലെ മോളെ ആ വേദിയിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിച്ചത് ഈ കലോത്സവത്തിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജമാണ്. മോളെ പിന്നെ കലാമണ്ഡലം അക്ഷയ ടീച്ചറിൻ്റെ അടുത്താണ് മോളെ മോഹിനിയാട്ടം ഏൽപ്പിച്ചത്. ടീച്ചർ എന്താ വെച്ചാൽ സ്വന്തം മോളെ പോലെ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. കാരണം പ്രത്യേകിച്ച് എനിക്കിതിനോടൊരു ഇഷ്ടമുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടും പിന്നെ ഞങ്ങൾ സാമ്പത്തികമായിട്ടൊന്നും അത്ര അധികം ഉയരെയുള്ള ആളൊന്നുമല്ല, കൂലിപ്പണിയാണ്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ട്. ഈ പോരായ്മകളൊന്നും നൃത്തത്തെ ബാധിക്കില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് ശരിക്കും അക്ഷര ടീച്ചറാണ്. മോൾ അതുപോലെ അത് കൊണ്ടുവരുന്ന ടീച്ചർ സൗന്ദര്യം, പണം ഒന്നും ഈ കലോത്സവത്തിലോ ഐറ്റത്തിനോ വേണ്ട എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് ടീച്ചറിൻ്റെ അടുത്ത് നിന്നാണ് അങ്ങനെ ഒരു അനുഭവം വരുന്നത്. അപ്പോൾ അത് കലോത്സവത്തിൽ നിന്ന് കിട്ടിയ ഒരു മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. 27 വർഷത്തെ കലോത്സവത്തിൽ വളരെ മികച്ചതെന്ന് പറയാൻ പറ്റിയ ഒരു വർഷം പറയാമോ?
മികച്ചത് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ഏതെങ്കിലും ഒരു വർഷം എടുത്തിട്ട് ആ ഒരു കുട്ടി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ ഓരോ വർഷങ്ങളും മികച്ച കുട്ടികളാണ് വരുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഭരതനാട്യം എന്ന് ചോദിച്ചാൽ ആധികാരികമായിട്ട് പറയാം 27 വർഷത്തിനുള്ളിൽ ഏറ്റവും നല്ല ഭരതനാട്യം വന്നിരിക്കുന്ന വേദിയിൽ വന്നിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ മീര ശ്രീനാരായണൻ എന്ന് പറഞ്ഞൊരു തൃശ്ശൂർ ഒരു കുട്ടിയുണ്ട്. ആ മീരയാണ് ഭരതനാട്യത്തിൽ, എന്താണ് ഭരതനാട്യം എന്ന് ചോദിച്ചാൽ മീരയാണെന്ന് പറയാം. 3 വർഷം സ്റ്റേറ്റിൽ 1ാം സ്ഥാനം വന്ന കുട്ടിയാണ്. 98 മീരയായിരുന്നു, 2008 മീരയായിരുന്നു, 2009 മീരയുണ്ടായിരുന്നു, 2010 കോഴിക്കോട് ത്യാഗരാജ സ്വാമികളുടെ പഞ്ചരത്ന കീർത്തനം ജഗദാനന്ദ കാരക എന്ന് പറയുന്ന ഒരു ഐറ്റം ചെയ്തിട്ട് 1ാം സ്ഥാനം മേടിച്ച കുട്ടി. 2011 മീര വരുമ്പോഴത്തേനും മീര കോട്ടയത്തായിരുന്നു. 2011 കലോത്സവം വാസലൈ വന്ത് മുരുകൻ്റെയും വള്ളിദേവിയുടെയും കഥ പറഞ്ഞ് ചെയ്ത അതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭരതനാട്യത്തിൽ 2 വർഷം അടുപ്പിച്ച് 1ാം സ്ഥാനം വാങ്ങിച്ചത് വിജയിത വിജയാണ്, ആലപ്പുഴയിലുള്ളൊരു കുട്ടിയാണ്, എൻ്റെ ഓർമ്മയുണ്ട്. 2002 2003 ആ കുട്ടിക്കായിരുന്നു ഭരതനാട്യം. പിന്നെ 2 പ്രാവശ്യം അടുപ്പിച്ച് മേടിച്ചിരിക്കുന്നത് അപർണ കെ ശർമ്മ. ആ കുട്ടി 98 99 2000 ആ കുട്ടി ഭരതനാട്യത്തിന് 1ാം സ്ഥാനം അടുപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒരു ചോദ്യം കൂടെ, കലയെ ഇത്രയും അധികം പ്രണയിക്കുന്ന അല്ലെങ്കിൽ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിയായ അനന്തചേട്ടന് കലോത്സവ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ടോ കുഞ്ഞിലെ? കലോത്സവത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. അതൊരു ഭയങ്കര നിരാശ ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കുട്ടികൾ ഇങ്ങനെ പ്രകടനമൊക്കെ നടത്തുമ്പോഴത്തേനും എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. പക്ഷെ ആ സങ്കടം ഞാൻ മാറ്റിയെടുത്തത് എനിക്ക് പഠിക്കുക എന്നുള്ളതിനേക്കാളും എൻ്റെ മോളെ ആ ഒരു കല പഠിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരാഗ്രഹം കൊണ്ടുവന്ന് മോളത് ആഗ്രഹം നിറവേറ്റി തന്നു. കഴിഞ്ഞ പ്രാവശ്യം ഭരതനാട്യം നല്ല പൊസിഷനിൽ വന്നു. അപ്പോൾ അതൊരു ജീവിതത്തിൽ ഈശ്വരൻ തന്നൊരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം മോളിപ്പോൾ കലാമണ്ഡലത്തിലാണ് പഠിക്കുന്നത്. കലാമണ്ഡലം അക്ഷര ടീച്ചറിൻ്റെ അടുത്താണ് ഭരതനാട്യം പഠിക്കുന്നത്, മോഹിനിയാട്ടം പഠിക്കുന്നത്, ഭരതനാട്യം പഠിക്കുന്നത് കലാക്ഷേത്ര അമൽനാഥിൻ്റെ അടുത്ത്, കഥകളി പഠിക്കുന്നത് കലാമണ്ഡലം എബിൻ ബാബു മാഷിൻ്റെ അടുത്ത്. നിരവധി കലകൾ തൻ്റെ മകളെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടനും കൂടെ എപ്പോഴേലും കലയൊന്ന് പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കഥകളി പഠിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കഥകളി പഠിക്കണം എന്നൊരാഗ്രഹം അതിപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ആഗ്രഹം, ശരിക്കും നല്ല ഒരാഗ്രഹം ഇപ്പോഴും മനസ്സിലുള്ളതാണ്. ഈ കലോത്സവത്തിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്ന കുട്ടികൾക്കത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു, ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ്. ആ കലാമേള ഇത്രയും വർണ്ണക്കൊഴുപ്പോട് കൂടി കേരളം കൊണ്ടാടുന്നത് കുട്ടികളുടെ ഭാഗ്യമാണ്. മറ്റ് സ്റ്റേറ്റുകളിലൊന്നും അതില്ല. നമ്മൾ കലോത്സവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഭാഗ്യമൊക്കെ പറയുമ്പോഴും കലോത്സവത്തിൻ്റെ ചില പോരായ്മകളൊക്കെ ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് കലോത്സവങ്ങൾ അത്രയും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലാണ് നടക്കുന്നത്, വലിയ പരാതികളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷേ സബ് ജില്ലാ തലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ പരാതികൾ വരുന്നത്. കാരണം ഇതൊരു മാഫിയയുടെ കയ്യിലാണ് ശരിക്കും വിധി നിർണ്ണയം ഇരിക്കുന്നത്, സബ് ജില്ലയിലും ഒക്കെ. ആരെ ഇപ്പോൾ ഏത് ജില്ല, ഇപ്പോൾ എറണാകുളം ജില്ല അല്ലെങ്കിൽ കോട്ടയം ജില്ല, ആരെ ജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണം എന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു വിധി നിർണ്ണയം വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു തലത്തിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. കാരണം സബ് ജില്ലയിലുമാണ് ശരിക്കും കുട്ടികൾ, ഇപ്പോൾ ഇത്തവണ തന്നെ സ്റ്റേറ്റിലേക്ക് വന്ന് കഴിവ് കളിച്ച് ഒരുപാട് കുട്ടികൾ ഔട്ടായി പോയിട്ടുണ്ട്. അപ്പീൽ പോലും കിട്ടാത്ത രീതിയിൽ അവർ തരം താഴ്ത്തിയിട്ടുണ്ട്. അത് വിധി നിർണ്ണയത്തിൽ വന്നിരിക്കുന്നത് സംഘാടകരുടെ നേരായ രീതിയിൽ ഇടപെടാത്തതിൻ്റെ ഒരു കുറവാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട്. അനന്തപുരിയുടെ മണ്ണിൽ അവസാനമായിട്ട് കലോത്സവം അരങ്ങേറിയത് എപ്പോഴാണ്? 2016 2016 തിരുവനന്തപുരത്തായിരുന്നു, 2009 തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പോൾ 3ാമത്തെ കലോത്സവമാണ് ഇവിടെ വരുന്നത്. 2009, 2016, 2025 3 കലോത്സവമായി തിരുവനന്തപുരത്ത് കാണാൻ തുടങ്ങിയിട്ട്. ചേട്ടൻ്റെ സ്വദേശം അപ്പം? വൈക്കം, കോട്ടയം. അപ്പം എല്ലാ കലോത്സവം നടക്കുന്ന വർഷം ആ വേദികളിലുണ്ട്. കലോത്സവം എന്ന് പറയുന്നത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. ഇനി അതിനൊരു മാറ്റമൊന്നും വരില്ല. കാരണം ഞാൻ കലോത്സവത്തിന് ഇപ്പോൾ 1 മാസം മുമ്പേ ഞാൻ തയ്യാറാവും, ഇന്നടത്താണ് കലോത്സവം പോകണം എന്ന്. അപ്പോൾ വീട്ടിലെ ഭാര്യയൊക്കെ ആണെങ്കിലും വളരെ സപ്പോർട്ടാണ്. എൻ്റെ ഡ്രസ്സ് എല്ലാം എനിക്ക് സെലക്ട് ചെയ്യുക, അതൊക്കെ പാക്ക് ചെയ്യുക, ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കുക, ബാഗൊക്കെ സെറ്റാക്കുക, എന്നെ കലോത്സവ വേദിയിലേക്ക് വിടുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ശരിക്കും ഏറ്റവും കൂടുതൽ എൻ്റെ ഭാര്യ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. കാരണം ഇത്രയും ആഴത്തിൽ ഞാൻ ഇതിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആദ്യമൊക്കെ കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് അത്രയും ആഴത്തിൽ അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടിട്ട് ആ ഒരു സപ്പോർട്ട് ശരിക്കും വീട്ടിലെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ വർക്ക് സൈറ്റിലൊക്കെ പോകുമ്പം ചേട്ടൻ അപ്പോൾ സ്ഥിരം ഈ പാട്ടുകളൊക്കെ തന്നെയാണോ കേൾക്കുന്നത്? അതായത് ജോലി സമയത്തൊക്കെ എൻ്റെ മനസ്സിലൊരു മൂളിപ്പാട്ട് നമുക്ക് എല്ലാവർക്കും വരുമല്ലോ. മൂളിപ്പാട്ട് വരുമ്പോഴത്തേന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പാട്ടുകൾ ഭരതനാട്യത്തിൻ്റെയും മോഹിനിയാട്ടത്തിൻ്റെ ഒക്കെ പാട്ടുകളാണ്. അപ്പോൾ അതാണ് ശരിക്കും എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. ഇപ്പോൾ പെട്ടെന്നൊരു പാട്ട് പെട്ടെന്ന് പറയുമ്പോഴത്തേനും അതൊക്കെ പാടാനായിട്ട് ഈ മോഹിനിയാട്ടത്തിലെ 1-2 വരികളല്ല, ഭരതനാട്യത്തിലെ 1-2 വരികളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുള്ളൂ.
അപ്പം പ്രണയം രക്തത്തിൽ അല്ലെങ്കിൽ പ്രണയം തലയ്ക്ക് പിടിച്ചു എന്ന് പറയുന്ന പോലെയാണ് കല തലയ്ക്ക് പിടിച്ചൊരു അന്തുചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം വളരെ 27 വർഷത്തെ ഒരു നീണ്ട കലോത്സവ വേദിയുടെ അനുഭവങ്ങളാണ് കേരള വിഷൻ പ്രേക്ഷകർക്ക് ലഭിച്ചത്. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനോടൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.